ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവസരമൊരുക്കി തന്നല്ലോ. ലോകം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിനായിട്ടും സന്തോഷത്തിനായിട്ടും ജനം നെട്ടോട്ടമോടുമ്പോൾ സമാധാനത്തോടുകൂടി ദൈവത്തിൻ്റെ മുഖം കണ്ടുണരുവാൻ ഒരിക്കൽ കൂടി ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനം നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. പരീക്ഷകൾ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന സോപാനങ്ങളത്രേ. ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒന്നിന് പിറകെ ഒന്നായി വരുന്ന പരീക്ഷകൾ അനിവാര്യമാണ്. അവയിൽ ചിലത് വഹിക്കാനാവാത്തതെന്ന് തോന്നിക്കുന്ന അഗ്നിശോധന ആയിരിക്കും. നാം അതിൽ കലങ്ങിപ്പോകരുത്. മനുഷ്യരായിരിക്കുന്ന നാം പലപ്പോഴും കലങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരാം. മറ്റാർക്കും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുകയും അരുത്. അഗ്നിശോധന കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ നമുക്ക് ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇട നൽകും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള പരീക്ഷകൾ നേരിടുന്ന താങ്കളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അതെ, ജീവിതത്തിൽ പലപ്പോഴും നേരിടുന്ന വെല്ലുവിളികൾ, പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ ഇടവരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തനായ ഇയ്യോബ് ദൈവത്തിൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. സകല വീഴ്ചകളിലും സകല പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ കരം മുറുകെ പിടിച്ചതുകൊണ്ട് നന്മകളും അനുഗ്രഹങ്ങളും പിൽക്കാലത്ത് അനുഭവിക്കുവാനിടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ കഷ്ടതകൾ, ഇന്നത്തെ പ്രതികൂലങ്ങൾ നാളേക്കുള്ള നന്മകളാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.